ഹായ് ഫ്രണ്ട്സ്, ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഒരു മാവാട്ടോ. ഈ മാവ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു നാടൻ മാവായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഈ പൈനാപ്പിൾ എടുക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ പോകുമ്പം ഒരു മാവും തോട്ടത്തിൽ പോയി. അവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ പല വെറൈറ്റി മാവുകളുണ്ടായിരുന്നു. നമുക്ക് പോലും കേട്ടിട്ടില്ലാത്ത ഒത്തിരി വെറൈറ്റികൾ. എനിക്ക് തോന്നുന്നു മൊത്തം ഏകദേശം ഒരു 10-30 വെറൈറ്റി മാവുകളുണ്ടായിരുന്നു. കാറ്റിമോൻ, പിന്നെ തായ്ലാൻഡിൻ്റെ ഒക്കെ പല വെറൈറ്റികൾ. അപ്പം അവിടുന്ന് ഞാൻ ഒരു 2-3 കമ്പെടുത്തുകൊണ്ട് വന്ന് ഞാനിത് ബഡ് ചെയ്തതാണ്. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കുരുമുളകൊക്കെ ബഡ് ചെയ്യുന്നൊക്കെ. അതുപോലെ ഇത് ഉമ്മ ഒന്ന് ബഡ് ചെയ്തതാണ്. ഇത് കണ്ട ഇതൊരു വെറൈറ്റിയാണ്. ഇതിപ്പം ഒരു വെറൈറ്റിയാണ്. ഇത് കണ്ടോ? അതുപോലെ തന്നെ ഇതെല്ലാം ഞാൻ ബഡ് ചെയ്തതാണ്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ മാവിനെ പോലെയല്ല, ഇത് ബഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടോ? ഇതിൻ്റെ ഇലയെല്ലാം കണ്ടോ? ഇത് കണ്ടമാനം പുഴുക്കൾ കയറുന്നു. ഇതിൽ പുഴുവല്ല മെയിനായിട്ട്, നിങ്ങൾ നോക്കി കണ്ടോ? ഈ രീതിയിൽ ഒരു കീടം വന്ന് ആക്രമിച്ച് ഇത് പുഴു ഏതാണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് വരുക, കയറി മൊത്തം തിന്ന് തീർത്ത് കളയും. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒത്തിരി മരുന്നുകൾ പരീക്ഷിച്ചു, പല മരുന്നുകൾ മേടിച്ച് അടിച്ചു. പക്ഷെ എന്നിട്ടും കുറവൊന്നും, ഇപ്പം ചെറിയതായിട്ടൊരു വ്യത്യാസം തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കോ, ഫ്രണ്ട്സിനോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അച്ഛന്മാർക്കോ ഒക്കെ ചിലപ്പോൾ ഇതിനുള്ള ഒരു നല്ല മരുന്ന് എന്തെങ്കിലുമൊക്കെ അറിയായിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു മരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അത് എനിക്കും ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഇനി ഇതുമൂലം പ്രോബ്ലംസ് ഉണ്ടാകുന്ന ഈ രോഗം മൂലം പ്രോബ്ലംസ് ഉണ്ടാകുന്ന ബാക്കിയുള്ള ഏത് കർഷകർക്കും ഉപകാരപ്പെടും. അപ്പം അതൊന്ന് നോക്കുക, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമായിരുന്നു. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മരുന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമോ?